നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ഇറാൻ ചരക്ക് കപ്പൽ കുവൈത്ത് തീരത്ത് മറിഞ്ഞ മണലൂർ പാലം സ്റ്റോപ്പ് സൂര്യനഗറിൽ 26 വയസ്സുള്ള വിളക്കേത്ത് ഹരിദാസൻ മകൻ ഹനീഷിനെ കാണാതായി. 10 മാസം മുൻപാണ് ഹനീഷ് കപ്പലിൽ ജോലിക്ക് പോയത്. അടുത്ത മാസം നാട്ടിലെത്തുമെന്ന് അറിയിച്ചിരുന്നതാണ്. അമ്മ നിമ്മി, സഹോദരൻ ആഷിഖ്. കണ്ണൂർ സ്വദേശിയും അപകടത്തിൽപ്പെട്ടതായാണ് സൂചന. 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 6 പേർ മരിച്ചതായി റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. തൃശൂർ ലാലൂരിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ സ്പിരിറ്റ് സൂക്ഷിച്ച വടനപ്പള്ളി സ്വദേശി അറസ്റ്റിൽ. എങ്ങണ്ടിയൂർ ധനേഷ് വധക്കേസ് അടക്കം നിരവധി കേസിലെ പ്രതിയായ വടനപ്പള്ളി തയ്യിൽ വീട്ടിൽ മണികണ്ഠനാണ് പിടിയിലായത്. 2 പേരെ കൊലപ്പെടുത്തിയ കേസടക്കം 40 ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇയാൾ. തൃശൂർ, എറണാകുളം, മലപ്പുറം ഭാഗത്തുള്ള കള്ളുഷാപ്പിലേക്ക് കള്ളിന് വീര്യം കൂട്ടാൻ വേണ്ടിയുള്ള സ്പിരിറ്റ് കാര്യാട്ടുകരയിലുള്ള ഈ വാടക വീട്ടിൽ നിന്നുമാണ് എത്തിച്ചിരുന്നത്. 6 മാസം മുമ്പാണ് ഇയാൾ വീട് വാടകയ്ക്കെടുത്തത്. വളം സൂക്ഷിപ്പ് കേന്ദ്രമാണെന്നും ഒപ്പമുള്ളത് ഭാര്യയും കുട്ടികളുമാണ് എന്നാണ് അയൽവാസികളോട് ഇയാൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇയാളുടെ 2ാം ഭാര്യയാണിതെന്നാണ് പോലീസ് പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് വ്യാജമദ്യ ഉൽപ്പാദനവും വിതരണവും ഉണ്ടാകുവാനിടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് IPSന്റെ നിർദ്ദേശപ്രകാരം റേഞ്ച് തലത്തിൽ നടത്തപ്പെടുന്ന പ്രത്യേക പരിശോധനയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ IPSന്റെ മേൽനോട്ടത്തിൽ ചാലക്കുടിയിൽ വെച്ച് നടന്ന വാഹന പരിശോധനയിൽ സ്പിരിറ്റുമായി പോയിരുന്ന വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനോട് ചേർന്ന് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത്. പിടികൂടിയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് മൊത്തം സൂക്ഷിപ്പ് കേന്ദ്രത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. തൃശൂർ വെസ്റ്റ് പോലീസ് SHO ലാൽകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തെത്തി റെയ്ഡ് നടത്തുകയായിരുന്നു. പരിശോധനയിൽ അകത്തുള്ള മുറിയിൽ 3545 ലിറ്റർ കൊള്ളുന്ന 110 നീല കന്നാസുകളിലാണ് ഇവ സൂക്ഷിച്ചിരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തലിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്ക് നേരെയുണ്ടായ പോലീസ് നരനായാട്ടിൽ പ്രതിഷേധിച്ചും യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി VA ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജവഹർ ബലമാഞ്ച് ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ, വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്റർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ കിരൺ തോമസ്, ആഷിഖ് ജോസ്, മണ്ഡലം പ്രസിഡന്റുമാരായ റാനേഷ് രാമൻ, ഷഹാബുദ്ദീൻ, മുഹമ്മദ്, VK സന്ദീപ് എന്നിവർ സംസാരിച്ചു. വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് നടത്തുന്ന ഓണം സഹകരണ വിപണന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിനു N ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ CK കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി VR ബാബു, ഡയറക്ടർമാരായ PV ചന്ദ്രശേഖരൻ, അശോകൻ പാലിശ്ശേരി, KV ഗോപാലകൃഷ്ണൻ, PK മോഹനൻ, കർഷകൻ NK ഷിബു, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. 22ഓളം അവശ്യ സാധനങ്ങൾ ഉത്രാടം വരെ തുടരുന്ന ഓണം സഹകരണ വിപണിയിൽ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാണ്. താന്യം ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ സംയുക്തമായി ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് പെരിങ്ങോട്ടുകര GH-LPSൽ വെച്ച് നടത്തി. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ, വാർഡംഗങ്ങൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു റാം എന്നിവർ സംസാരിച്ചു. ആയുർവേദ ഹോമിയോപ്പതി ഡോക്ടർമാരായ VC ദീപ്, ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.